ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കേർട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് സ്റ്റിച്ചിങ് പഠിക്കാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സ്കേർട്ട് നമുക്ക് പല തരത്തിലടിക്കാം, പക്ഷേ ഇന്നിവിടെ ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്കേർട്ടാണ്. അതിൻ്റെ അളവ് എന്ന് പറഞ്ഞത് ഓരോ ഏജ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് എന്ന് പറഞ്ഞത് ക്ലോത്തിൻ്റെ ലെങ്ത്ത് 57 ഇഞ്ചാണ്. 1 ഇഞ്ച് തുമ്പിടാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അലാസ്റ്റിക് എന്ന് പറഞ്ഞത് 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ്. അത് ഒരു 19 ഇഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. 6 ഇയേഴ്സ് ആയ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്കേർട്ടിൻ്റെ അളവാണിത്. അപ്പോൾ ഓരോ വയസ്സ് കൂടുന്നതനുസരിച്ച് അളവ് നിങ്ങൾ അളന്നെടുക്കുക. ഇനി ഈ ക്ലോത്ത് എന്ന് പറഞ്ഞത് നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി വന്ന ക്ലോത്ത് കൊണ്ടാണ് സ്കേർട്ട് അടിക്കണത്. ഇതൊരു ഷാളിൻ്റെ ബാക്കി വന്ന മെറ്റീരിയലിൻ്റെ പീസ് കൊണ്ടാണ് നമ്മൾ സ്കേർട്ട് അടിക്കണത്. ഇതിൻ്റെ തുമ്പൊക്കെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അലാസ്റ്റിക് വെച്ച് അടിക്കുമ്പോൾ അതിൻ്റെ തുമ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നമുക്ക് അലാസ്റ്റിക് വെച്ചിട്ട് അടിക്കുമ്പോൾ 1 ഇഞ്ച് വീതി, അതായത് ഒരു സൈഡ് 1 ഇഞ്ച് വീതിക്കാണ് നമ്മൾ എടുക്കേണ്ടത്. 1 ഇഞ്ച് മടക്കുക, ആ അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഇരിക്കുന്ന രീതിയിൽ മടക്കിയിട്ട് അതിൻ്റെ തുമ്പത്താണ് അടിക്കേണ്ടത്. ഇവിടെ ഞാൻ അലാസ്റ്റിക് വെച്ച് അടിച്ചതിൻ്റെ ശേഷമാണ് ക്ലോത്തിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അലാസ്റ്റിക് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് തുണിയുടെ 2 നല്ല വശം ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ തുമ്പ് വരുന്നത് നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് അതിൻ്റെ തുമ്പ് 1/2 ഇഞ്ച് തുമ്പിലായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ 1/2 ഇഞ്ച് തുമ്പിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് ഇതിൻ്റെ ഒരു മേലടി അടിക്കണം, എന്നാലത് നല്ല വൃത്തിക്ക് നിൽക്കുള്ളൂ. ഇങ്ങനെ മറിച്ചതിന് ശേഷം വലിച്ചു പിടിച്ചിട്ട് തുമ്പ് നല്ലപോലെ വെച്ചതിന് ശേഷം വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ ഇടയിലൂടെ അടിക്കുക. ഇതുപോലെ ഫുള്ള് ലെങ്ത്തിൽ അടിച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ അലാസ്റ്റിക്കിൻ്റെ തുമ്പൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ഇഞ്ച് തുമ്പിൽ 2 അലാസ്റ്റിക്കും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ലൈനിലായിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. തുമ്പ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 വശം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ 2 വശം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് തുമ്പത്ത് അടിച്ചെടുക്കുക. അലാസ്റ്റിക് 2 വശം ചേർത്ത് വെച്ച് അടിച്ച ശേഷം സ്കേർട്ടിൽ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 1.25 ഇഞ്ച് മടക്കി വെച്ചിട്ടാണ് നമ്മൾ അടിക്കേണ്ടത്. കൂടുതലായി കഴിഞ്ഞാൽ ആ സ്കേർട്ടിനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1.25 ഇഞ്ച് എടുത്തിട്ട് കറക്റ്റ് അതിൽ ടൈറ്റ് ആവുന്ന രീതിയിൽ വെച്ചിട്ട് ആ 1/4 ഇഞ്ച് വരുന്ന ഏറ്റവും തുമ്പത്ത് അടിച്ചെടുക്കുക. അലാസ്റ്റിക് അടിച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ആയിട്ട് വലിച്ചു പിടിച്ച് അടിച്ചെടുക്കുക. അലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് അടിക്കുക. അലാസ്റ്റിക് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 18 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. പ്ലസ് 1 ഇഞ്ച് ടിപ്പിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടിച്ചെടുക്കാം. 1/2 ഇഞ്ചിൽ 2 വട്ടം മടക്കിയതിന് ശേഷം അതിന് മേലെ കൂടെ സ്റ്റിച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്യണവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല സിക്സാക്ക് ഫൂട്ടാണെങ്കിൽ അതങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ തങ്കൂസ് നൂല് വെച്ചിട്ട് ഫ്ലെയർ ഇതിൽ പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ
അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ വക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യണം, എന്നാലും അതിനൊരു ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇത്ര ഉള്ളൂ പണി തയ്ക്കാൻ. ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് എന്തായാലും ഒരു സ്കേർട്ട് അടിച്ച് തീരും. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാം, തയ്യൽ പഠിക്കാത്തവർക്കായാലും വീട്ടിലിരുന്ന് ചെയ്യാം. നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.